മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം തമിഴിൽ കണ്ടതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വാങ്ങിച്ച കുറച്ച് മീഷോ പ്രോഡക്റ്റ്സ് നിങ്ങളെ കാണിക്കുക. അതാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. അപ്പം നമുക്ക് ഒരുപാട് നീട്ടിപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതായിരിക്കുന്നതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നമ്മുടെ ഓണം മഹാ സെയിലൊക്കെ വന്നില്ലേ, അപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചില പ്രോഡക്റ്റ്സൊക്കെ ഞാൻ കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഇതെങ്ങനെ വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോൾ വാങ്ങാമെന്ന് വാങ്ങിച്ച 2-3 ഐറ്റംസും ഉണ്ട്. ചിലതൊക്കെ പെട്ടെന്ന് കണ്ടപ്പം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കും. ഈ ബോക്സിൽ എന്താണെന്നുള്ളത് കാണിക്കും. എല്ലാ ബോക്സിലുള്ളതും ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാമല്ലോ. അതുകൊണ്ടെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് യാതൊരു കുഴപ്പങ്ങളുമില്ല എന്നുള്ള പ്രോഡക്റ്റ്സാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഇതാണ്. എന്താണെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചു. അപ്പം ആദ്യത്തെ ബോക്സിൽ എന്താണെന്ന് വെച്ചാലുള്ളത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഓർഗനൈസേഴ്സാണ്. നമ്മൾ എന്താ പറയുക, വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ബോക്സുകളാണ്. ഇതിങ്ങനെ ഒരു എത്ര എണ്ണം ഉണ്ടോ, 6 എണ്ണം, ഇതേപോലുള്ള 6 എണ്ണമാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കിതിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന വെജിറ്റബിൾസോ അല്ലാതെയോ എന്തെങ്കിലും അമരയ്ക്കോ പാവയ്ക്കോ അങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന, ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ്. ഇത് മൊത്തം 8 എണ്ണമാണ് ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ 6 എണ്ണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇത് മൊത്തം 8 എണ്ണമാണ് ഉള്ളത്. നമുക്ക് ഫ്രിഡ്ജിൻ്റെ സൈഡിലത്തെ റോ ഉണ്ടല്ലോ, അതിൽ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന, അതിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അപ്പം ഇത് അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് ഫ്രിഡ്ജിലെല്ലാം കൂടെ എടുത്ത് നമ്മൾ പാത്രങ്ങളിങ്ങനെ കുത്തി തിരികെ വെക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇനി നമുക്കിനി അടുത്ത പ്രോഡക്റ്റിന് എന്താണെന്ന് കാണിച്ചു. അടുത്ത പ്രോഡക്റ്റിനെ അത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മാറ്റാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു മാറ്റാണ്. നമുക്കിത് നമ്മുടെ വീട്ടിൽ ഇത് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ മീഷോ പ്രോഡക്ട്സിൻ്റെയൊക്കെ വീഡിയോ കാണിക്കുമ്പോഴേ ഇങ്ങനെയുള്ള സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണാതിരിക്കാം. ഇത് നമുക്ക് ഡെയിലി യൂസ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊന്നും ഇടാനൊന്നും പറ്റുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് അഴുക്കായി പോകും കേട്ടോ. വൈറ്റ് അല്ലേ, അപ്പോൾ ഇത് അഴുക്കായി പോകും. ഞാനിത് എന്തിനാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് കൊണ്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് സംഭവം, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെ സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഇത് വാഷബിൾ ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ വാഷ് ചെയ്തിട്ട് പറയാം ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതാണ് ഞാൻ മേടിച്ച രണ്ടാമത്തെ പ്രോഡക്റ്റ്. മാറ്റാണ്, പക്ഷേ ഈ സംഭവം സൂപ്പറാണ് കേട്ടോ. ഇനി ഞാൻ മേടിച്ച അടുത്ത പ്രോഡക്റ്റ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. എനിക്ക് വീട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് അത് വെച്ചിരുന്നാൽ തന്നെയും എനിക്ക് എൻ്റെ സാഹചര്യത്തിന് അത് നോക്കാൻ പറ്റില്ല. നമുക്ക് നല്ല രീതിയിൽ അത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ അവിടെ ഇവിടെയൊക്കെയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ നോക്കാൻ പറ്റാത്തത് കൊണ്ട്, അങ്ങനെ എന്നെപ്പോലെ സാഹചര്യമുള്ളവർക്ക് പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ. കണ്ടാൽ ഒറിജിനൽ പ്ലാന്റ് പോലെ തന്നെ തോന്നും. അപ്പം ഇതൊരു സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലല്ല ഇൻസ്റ്റയിൽ, എനിക്കൊന്ന് ഇൻസ്റ്റയിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ഇതാണ് അടുത്ത പ്ലാന്റ്. ഇതും നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. ഇതിനകത്ത് നമ്മുടെ ചിരട്ടയാണ് വെച്ചിരിക്കുന്നത്. നല്ല കണ്ടാൽ നമ്മുടെ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലുള്ള സൂപ്പർ ആർട്ടിഫിഷ്യൽ പ്ലാന്റാണ്. എന്നെപ്പോലെ വീട്ടിൽ നിങ്ങൾക്ക് ഒറിജിനൽ പ്ലാന്റ് വെക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. ഒറിജിനൽ പ്ലാന്റ് പോലെ തന്നെ തോന്നും. നല്ല രസമുണ്ട് ഇല്ലേ, പച്ചയുടെ കൂടെ. അപ്പം ഇതാണ് ഞാൻ മേടിച്ച അടുത്ത പ്രോഡക്റ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു തോക്കാണ്. ഞാൻ നിങ്ങളെ കാണിച്ചത് എൻ്റെ സംഭവം. യെസ്, ഇതാണ്, ഇതൊരു തോക്കാണ്.
ഇതെന്ന് വെച്ചാൽ ഞാനിപ്പം വീട്ടിലോട്ട് വന്നിട്ട് 3 മാസമായിട്ട് ഞങ്ങളിവിടെ ഇല്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്, അവിടെ ഇവിടെ മീൻസ് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഹസ്ബൻഡ് പോകുമ്പോൾ ഞങ്ങളങ്ങ് വീട്ടിൽ പോകും. അപ്പോൾ തിരിച്ച് ഇടയ്ക്കെങ്കിലും ഞങ്ങൾ ഈ വീട്ടിലോട്ട് വരുന്നത്. അപ്പം ഓണൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നതുകൊണ്ട് ചിലപ്പം ലൈറ്റൊന്നും എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ, ചിലപ്പോൾ ഉപയോഗിക്കാതിരുന്നത് നശിച്ചു പോരാന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. സംഭവം സൂപ്പറാണ് കേട്ടോ. നമുക്ക് തോക്ക് പോലെയൊക്കെ നല്ല നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അടുത്ത പ്രോഡക്റ്റ് നമുക്ക് കാണാം. അതേപോലെ വാങ്ങിച്ചതാണ് വേറെ സംഭവം. ഇതിൻ്റെ ബോക്സൊക്കെ എൻ്റെ പുത്രന്മാരെടുത്ത് കളഞ്ഞു. നമ്മളിത് ചപ്പാത്തിയൊക്കെ ചുടുമ്പം ഇങ്ങനെ എണ്ണയൊക്കെ തേക്കത്തിൽ നല്ല രസമാണ്, വളരെ ക്യൂട്ടായിട്ട്. ഇത് ഞാൻ പെട്ടെന്ന് എങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ ഇത് രണ്ടും ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്നാൽ ചിലപ്പം ഇരിക്കുന്ന ചീത്തയായി പോയാലോ എന്ന് വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് എണ്ണയൊക്കെ തൂത്തിട്ട് ഇതേപോലെ എടുത്ത് വയ്ക്കാം. നല്ല പ്രോഡക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ ഇതിൻ്റെ പല വേർഷൻ, ഈ ഒരു പില്ലോയും ബെഡ്ഷീറ്റും വരുന്നത് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് മേടിച്ച പ്രോഡക്റ്റാണ്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് 2 പില്ലോസും പിന്നീട് നല്ല പില്ലോ കവറും, നല്ല 2 സൈഡിൽ നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള, നല്ല കാണുന്നുണ്ടോയെന്നറിയില്ല, നല്ല രീതിയിലുള്ള 2 പില്ലോ കവേഴ്സും ഉണ്ട്. ഞാനത് ബെഡിൽ വിരിച്ചിട്ടിട്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കാം കേട്ടോ. പിന്നെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ കിങ് സൈസ്, ഞാൻ ക്വീൻ സൈസാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല, നോക്കിയിട്ട് പറയാം കേട്ടോ. വിരിച്ച് കാണിക്കാം. നല്ല സൂപ്പറാണ്. പിന്നെ വൈറ്റാണ്, നമ്മൾ വളരെ നല്ലതുപോലെ ടേക്ക് കെയർ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ നമുക്കിതെടുത്ത് ഇടാം. ഡെയിലി ഇട്ടാൽ ചിലപ്പോൾ ഇത് അഴുക്കായി പോകും. ഈ ഒരു ഐറ്റം എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ. ഞാനിതിങ്ങനെ വാങ്ങണോ വേണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്. ചപ്പാത്തി പലകയല്ല, ഇത് ചെറിയൊരു സ്റ്റൂളാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ഇത് ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഈ മീഷോ പ്രോഡക്റ്റൊക്കെ റിവ്യൂസൊക്കെ പറയുന്നവരൊക്കെ ഇത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിച്ചാണ്. ഇപ്പം ഇത് വാങ്ങണോ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ച് പിന്നെ ഞാൻ വിചാരിച്ചിരിക്കട്ടെ, ഓണമൊക്കെ അല്ലേ, ഓണം കഴിഞ്ഞങ്ങ് പോകുമ്പോൾ പിന്നെ വീണ്ടും ഇതൊക്കെ വെറുതെ ഇവിടെ കിടക്കും, നശിച്ചു പോയാലോ, ആരുമില്ലാതെ ഇവിടെ കിടന്നെല്ലാം ചീത്തയായി പോയി പൊടിയൊക്കെ പിടിക്കും. പിന്നെ വിചാരിച്ച ഓണമല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതെന്തായാലും ഓപ്പൺ ചെയ്തൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അതാണ് സംഭവം. വേണമെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിലുള്ള സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് സ്റ്റൂളിൻ്റെ കാലുകൾ കൊണ്ട് നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇത് തിരികെ കയറ്റണം. ഓക്കെ, സെറ്റായി. അടുത്തതും ഇതിനകത്ത് ഇങ്ങനെ തിരികെ കയറ്റണം. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചിട്ട് എന്തോ ഒരിച്ചിരി ഡാമേജ് ഉണ്ടായിരുന്നു. ഡാമേജ് അല്ല, പെയിൻറ്റ് പോയിരുന്നു. അപ്പോൾ ഞാനത് തിരികെ കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാനിത് വാങ്ങിച്ചതാണ്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാനിതിൻ്റെ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതായിരിക്കുന്നത് ഇത് സെയിം തന്നെയാണ്. അപ്പം ഞാനിത് വാങ്ങിച്ചത് എന്തിനാണെന്നുള്ളത്, എവിടെ വെക്കാനുള്ളതെന്ന് കാണിച്ചാൽ ലാസ്റ്റ് കാണിച്ചാൽ സൂപ്പറാണ് കേട്ടോ. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വാങ്ങും, നല്ല രസമാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് നമുക്കൊരു പ്ലാന്റൊക്കെ എടുത്ത് വെക്കാം, ഒരു പോട്ടും ഒരു പ്ലാന്റൊക്കെ വെക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് വയ്ക്കാനാണ് കേട്ടോ. അടുത്ത പ്രോഡക്റ്റ് കാണിച്ചു തരാം. അടുത്ത പ്രോഡക്റ്റ് ഓൾറെഡി ഇതിൻ്റെ ബോക്സൊക്കെ പോയിരുന്നു കേട്ടോ. കാരണം നിറയെ തെർമോക്കോളൊക്കെ ഉണ്ടായിരുന്നു. മക്കളുമാർ തെർമോക്കോളൊക്കെ എടുത്ത് കളിച്ച്, അങ്ങനെ ഞാൻ പൊട്ടാതിരിക്കാൻ വേണ്ടി എടുത്ത് വെച്ചാൽ നല്ല അടിപൊളി. ഞാനിത് കുറേ സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള, നമ്മുടെ പൊട്ടിപ്പോകും കേട്ടോ, സെറാമിക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ല 3 സെറ്റാണ് കേട്ടോ. 3 സെറ്റ് ബൗൾസ്. 3 സെറ്റ് ബൗൾസാണ്. ഹാൻഡിൽ വിത്ത് കെയർ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് തറ വീണാൽ പൊട്ടും. നമ്മൾ എപ്പോഴൊന്നും ഉപയോഗിക്കേണ്ട, വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം എടുത്താൽ മതി. അല്ല, 3 അടിപൊളിയാണ്. ഇതൊരു ചെറിയ സൈസ്, അതിനേക്കാട്ട് ഒരു മീഡിയം സൈസ്,
പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള സൈസ് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് പൊട്ടുന്നതായിട്ട് സൂക്ഷിച്ച് വേണം. ഇനി കാണിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് നോക്കട്ടെ. ഇനി എനിക്കെന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ, ഇത്രയും മേടിച്ചിട്ട് എനിക്കെന്തെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമം വരും. അതുകൊണ്ട് ഞാൻ മേടിച്ച ഒരു കുർത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളേഴ്സ് ലവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. ഇത് മൊത്തവും നമ്മുടെ ത്രെഡ് വർക്കുകളാണ്. ഷിഫോണാണ് അല്ലെങ്കിൽ ജോർജറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ. ഞാനിത് നല്ലപോലെ വിരിച്ച് കാണിച്ചു തരാം കേട്ടോ. പാൻസ് വന്നിട്ട് ഇതിൻ്റെ സാറ്റൺ ആണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴെയിൽ നമ്മുടെ ഈ ത്രെഡ് വർക്കുകളുണ്ട്. നല്ല സംഭവം സൂപ്പറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, അത്യാവശ്യമല്ല നല്ല നല്ല പ്രോഡക്റ്റാണ്. പിന്നെ ദുപ്പട്ടയില്ല, ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫുൾ പാർട്ട് കേട്ടോ. ഇതിൻ്റെ ബോഡി ഫുള്ളും നമ്മുടെ ഈ ത്രെഡ് വർക്ക് ഉണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ഞാനിത് എടുത്തിരിക്കുന്നത് XL ആണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് മസ്റ്റായിട്ട്, നിങ്ങൾ ബ്ലാക്ക് കളേഴ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. അത്രയ്ക്കും സൂപ്പറാണ്. നല്ല മെറ്റീരിയലാണ്. നല്ല ഫ്രണ്ടായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റൂൾ ഇതാ ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത്, ഞാൻ മാറ്റിന് താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്റ്റൂൾ വെച്ച്, പിന്നെ നമ്മുടെ പ്ലാന്റ് അതിൻ്റെ മുകളിൽ വെച്ച്, അപ്പം ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടി വി സ്റ്റാൻഡിൻ്റെ 2 സൈഡിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം എങ്ങനെയുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതാണ് അതിൻ്റെ ഫുൾ ലുക്ക് കേട്ടോ. അപ്പോൾ ടി വി സ്റ്റാൻഡ് 2 സൈഡിലായിട്ട് ഈ സ്റ്റൂളും പിന്നെ ഈ പ്ലാന്റും എല്ലാം കൂടെ വെച്ചപ്പം കുറച്ചൊരു ലുക്ക് വന്നു. ഞാൻ ആ ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡിൽ വിരിച്ചിട്ടുണ്ട്. ഞാൻ ക്യൂൻ സൈസാണ്, നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ക്യൂൻ സൈസാണ് വാങ്ങിച്ചതും. നല്ല അടിപൊളിയാണ് കേട്ടോ. ബെഡ് വിരിച്ചപ്പോൾ തന്നെ ഒരു നല്ലൊരു ലുക്കൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? പിന്നെ വൈറ്റ് ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നമ്മളൊന്ന് നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അഴുക്കാകാം. പിന്നെ ഇതിനകത്ത് നമ്മുടെ പില്ലോ കവറിന് സിബ്ബാണ് കേട്ടോ. അത് പക്ഷേ നല്ല രസമുണ്ട് കാണാനായിട്ട്. സിബ്ബാണ്, അതും കുറച്ച് നല്ല കംഫർട്ടബിൾ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.